ആരായിരുന്നു? ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പള്ളിയിൽ നിന്ന് ഹദ്ദാദിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ കറാമത്ത് വിവരിച്ചിരുന്നു. ആ രൂപത്തിൽ വലിയ മഹത്വങ്ങളാണ് ഇവിടെ കഴിഞ്ഞു പോയത്. കോയത്തങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സയ്യിദന്മാർ, കോയമ്മത്തങ്ങൾ, മമ്മുക്കാദി, അതുപോലെ ആറ്റക്കോയത്തങ്ങൾ, കെ അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങി ഇവിടെ കഴിഞ്ഞുപോയ എത്രയോ മഹാന്മാരുണ്ട്. അവരാണ് ഇവിടെ മതത്തിന്റെ ആചാരങ്ങൾ പഠിപ്പിച്ചത്. ഈ മരിച്ചാൽ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ചത് അവരാണ്. ആ മഹാന്മാർ പഠിപ്പിച്ചത് യഥാക്രമം ചെയ്തു വരുന്ന മുസ്ലിം സമുദായത്തെ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ എന്താണ് അവർ പഠിപ്പിച്ചതിന്റെ രഹസ്യമെന്ന് മനസ്സിലാക്കാതെ അവർ കാണിച്ചത് നമ്മൾ ജീവിതത്തിൽ പകർത്തി വരുന്നത് ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോഴേക്ക് അത് നിർത്തിക്കളയരുത്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരട്ടെ. ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്, അതുകൂടെ ഞാൻ പറയുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ ഈ പരിപാടി കേവലം ആരെങ്കിലും വ്യക്തിഹത്യ നടത്താനോ അല്ലെങ്കിൽ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ ചീത്ത പറയാനോ അല്ല. അതേസമയം തലശ്ശേരിക്കാരായ അല്ലെങ്കിൽ തലശ്ശേരിയിലുള്ള മുസ്ലിങ്ങൾ അവർ പൂർവ്വകാലം മുതലേ ചെയ്തു വരുന്ന ആചാരങ്ങൾ അത് ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് അദ്ദേഹം പറഞ്ഞതാണ് നമ്മൾ ചെയ്തതും നമ്മുടെ പൂർവികർ ചെയ്തതും. പൂർവികർ എന്ന് പറയുമ്പോൾ നമ്മുടെ പിതാക്കൾ മാത്രമല്ല, പിതാക്കളുടെ പിതാക്കൾ, അങ്ങനെ തലശ്ശേരിയിൽ ഇസ്ലാം മതം വന്ന കാലം മുതൽ ഇവിടെ ആചരിച്ചു വരുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ഈ ഖബർസ്ഥാനിയിലുള്ള നമ്മുടെ പൂർവികരൊക്കെ നരകത്തിൽ പോകുന്നു എന്നല്ലേ ആ പറയുന്നത്. ബിദ്അത്ത് ചെയ്തവരാണ് അവരെന്ന് നമ്മൾ വിശ്വസിച്ചാൽ പുത്തൻ വാദങ്ങൾ, പുത്തൻ പരിപാടികൾ, ബിദ്അത്തുകൾ ചെയ്തവർ നരകത്തിലാണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ പൂർവികരൊക്കെ ബിദ്അത്ത് ചെയ്തവരാണ് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അതിലും വലിയ ഒരു അബദ്ധം വേറെ ഇല്ല. ഇനി ഞാൻ പറയട്ടെ, മയ്യത്ത് പരിപാലനം അതൊക്കെ ഇവിടെ നാട്ടില് പൂർവ്വകാലം മുതലേ നടന്നു വരുന്നതാണ്. നമ്മുടെ സാധാരണക്കാർക്ക് പോലും അതറിയാം, അത് എല്ലാവരും നിർവഹിക്കാറുണ്ട്. അതൊരു പുതിയ പരിപാടിയൊന്നല്ല. ഇപ്പൊ മരണം എന്നത് കേവലം ഒരു 5-6 കൊല്ലം കൊണ്ട് നമ്മുടെ നാട്ടിൽ ആരോ വന്നപ്പോൾ തുടങ്ങിയ പരിപാടിയല്ല. മരണം എന്നത് മുമ്പേ ഇവിടെ ഉള്ളതാണ്. മരിച്ചാൽ കഫൻ ചെയ്യലും മുമ്പേ ഉള്ളതാണ്. മരിച്ചാൽ അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത് അത് മുമ്പേ ഉള്ളതാണ്. കേവലം ഒരു 5-6 കൊല്ലം മുമ്പ് തുടങ്ങിയ പരിപാടിയല്ല. അപ്പോൾ ഈ മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്റെ കയ്യിൽ ഒരു CD കൊണ്ട് തന്നു ഒരു ചെറുപ്പക്കാരൻ. ആ CDയിൽ ആ പ്രഭാഷണം നടത്തിയ അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഞാൻ ഈ പ്രസംഗത്തിൽ കുറെ അപ്രിയ സത്യങ്ങൾ പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പോവുകയാണ്, അതിന്മേൽ എന്ത് വന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. മയ്യിത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയുമ്പോൾ ചില അപ്രിയ സത്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. പറയേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് തുറന്നു പറയും. നിങ്ങൾക്ക് തള്ളാൻ സ്വാതന്ത്ര്യമുണ്ട്, കൊള്ളാനും സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നടത്തുന്നു അല്ലെങ്കിൽ എങ്ങനെ നടക്കുന്നു എന്നതായിരിക്കണമെന്നില്ല ശരി. അയാൾ തുറന്നു പറയാൻ ആയിക്കോട്ടെ, സമ്മതമാണ്. അയാൾ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്ത് നടക്കുന്നു എന്നതല്ല പ്രശ്നം. നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നതിൽ ശരിയുമുണ്ടാകാം, തെറ്റുമുണ്ടാകാം. നിങ്ങൾക്ക് അപ്രിയമായി തോന്നുന്ന ചില സത്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വലിച്ചിട്ടിട്ടുണ്ട്. അദ്ദേഹം വേറൊന്നുകൂടെ പറയുന്നുണ്ട്, പൊതുവെ നമ്മുടെ സ്വഭാവം ചെയ്യാൻ പറഞ്ഞതൊന്നും ചെയ്യില്ല, അതേസമയം ചെയ്യാൻ പറയാത്തത് പലതും നമ്മൾ ചെയ്യുകയും ചെയ്യും, അത് ദീനായി കാണുകയും ചെയ്യും എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്ന 17 വെച്ചുകൊടുത്താൽ നമ്മൾക്ക് അധികമുള്ള സൂക്കേട് എന്താന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞത് ചെയ്യൂല, ചെയ്യാൻ പറയാത്തതൊക്കെ എന്ത് ചെയ്യും. ചെയ്യാൻ പറയാത്തതൊക്കെ ചെയ്യുകയും ചെയ്യും, അത് ദീനായിട്ട് കാണുകയും ചെയ്യും. അതിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ മൂപ്പര് ദീനിന്ന് ഔട്ടായി, എന്നിട്ട് പറയും മൂപ്പര് മറ്റോനാ. എന്താ പറയാ മൂപ്പര് മറ്റേതാട്ടോ. ഇപ്പൊ എനിക്കിപ്പോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, നിങ്ങൾ മറ്റേതാന്ന് പറഞ്ഞാലും എന്നാലും പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് കുറെ അപ്രിയ സത്യങ്ങൾ ഉണ്ട്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞത്.
അപ്പൊ ചെയ്യാൻ പറഞ്ഞതൊന്നും ചെയ്യില്ല, കുറെ നമ്മളെ വകയിൽ ഉണ്ടാക്കി ചെയ്യും. അങ്ങനെ കുറെ അപ്രിയ സത്യങ്ങളുണ്ട്. അത് ഞാൻ തുറന്നു പറയാം, നിങ്ങൾ എന്നെ പരിഗണിക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം അൽഹംദുലില്ലാ അദ്ദേഹം ആ അപ്രിയ സത്യങ്ങളായി പറഞ്ഞത് എന്താണ്? ഇതാണ് നമ്മുടെ വിഷയം. പൂർവകാലം മുതലേ നടന്നു വരുന്ന പലതും അദ്ദേഹം നിശിതമായി വിമർശിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും മുജാഹിദുകളുടെ സീഡികൾ കേൾക്കാറുണ്ട്, പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ടുമുണ്ട്. അവരുടെ പുസ്തകങ്ങളിലും പ്രസംഗങ്ങളിലുമുള്ള അതേ ആശയമാണ് ഈ പ്രസംഗിച്ച ആള്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ, തലശ്ശേരിക്കാരാണല്ലോ നിങ്ങൾ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നു, നിങ്ങളോട് ഞാൻ ചോദിക്കാം, ഒരു മയ്യിത്ത് മരിച്ചാൽ, സംസാരിക്കാൻ ശ്രദ്ധിക്കണം, ഒരു മയ്യിത്ത് മരിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താ ഒന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ട? മരിച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ചെയ്യുന്ന ഞാൻ പറയാം, ആ മയ്യിത്ത് ധരിച്ച വസ്ത്രം പെട്ടെന്ന് മാറ്റും. അങ്ങനെ ഇവിടെ ചെയ്യാറില്ല, വസ്ത്രം അഴിച്ചു മാറ്റും. എന്നാൽ ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാം, അത് ഈ തലശ്ശേരിയിൽ നടക്കുന്നതല്ലേ. എന്നാൽ അദ്ദേഹം പറയുന്നത് ശരിയല്ല. ഏറ്റവും നല്ലത് ഇമാം ഷാഫിഈ പറഞ്ഞിരിക്കുന്നു. അതായത് സങ്കടം, ഷാഫിഈ ഇമാമിന്റെ പേരിൽ ഒരു പച്ച നുണ പറയാൻ. ഷാഫിഈ മദ്ഹബിലെ കിതാബുകളാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അദ്ദേഹം പറയുന്നു, ഷാഫിഈ ഇമാം പറയുന്നു, മയ്യിത്തിന്റെ വസ്ത്രം മാറ്റേണ്ടത് ഏറ്റവും അഫ്ളല് മയ്യിത്ത് കുളിപ്പിക്കാൻ എടുക്കുമ്പോഴാണ്, കുളിപ്പിക്കാൻ നോക്കുമ്പോഴാണ്. ആ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ, എന്നിട്ട് ഞാൻ കിതാബിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. മയ്യിത്തിന്റെ വസ്ത്രം നീക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ സമയം മയ്യിത്ത് കുളിപ്പിക്കുന്ന സമയത്താണ്. മയ്യിത്തിന്റെ വസ്ത്രം നീക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ സമയം മയ്യിത്ത് കുളിപ്പിക്കുന്ന സമയത്താണ്. എന്നാ നിങ്ങൾക്ക് കേൾക്കണം, ഇമാം ഷാഫിഈ പറയുന്നു 2A. മയ്യിത്തിന്റെ ശരീരത്തിൽ കിടക്കേണ്ട വസ്ത്രങ്ങൾ ആ സമയത്ത് നമുക്ക് അഴിച്ചു മാറ്റാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഏറ്റവും നല്ലത് മയ്യിത്തിനെ കുളിപ്പിക്കാൻ നേരത്ത് മയ്യിത്തിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രത്തെ അഴിച്ചു മാറ്റാനാണ് ഏറ്റവും ഉത്തമം. ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങളെ സാക്ഷി നിർത്തി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞതായി ഏത് ഗ്രന്ഥത്തിലാണുള്ളത്? ഇവിടെ തലശ്ശേരിയിൽ നടന്നു വരുന്ന സ്വഭാവം ലോകത്തെ എല്ലായിടത്തും നടക്കുന്നത്, ഒരാൾ മരിച്ചാൽ ഉടനെ അദ്ദേഹത്തിന്റെ വസ്ത്രം മാറ്റലാണ്. എന്നിട്ട് ഇദ്ദേഹം ഒരു പുതുമ ഉള്ള ഒരാശയം പറഞ്ഞു, എന്നിട്ട് ഷാഫിഈ ഇമാമിന്റെ പേരിൽ വെച്ചിട്ടിരിക്കുകയാണ്. എത്ര വലിയ അപരാധമാണ്! എന്നാൽ ഞാൻ പറയട്ടെ, ശാഫിഈ മദ്ഹബിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരാൾ മരിച്ചാൽ, ഇമാം നവവി റളിയല്ലാഹു അൻഹു ആണ് ശാഫിഈ മദ്ഹബിൽ ഒരു കാര്യം പറയേണ്ട മഹാൻ. അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ശാഫിഈ ഇമാമിന്റെ വലങ്കയ്യാണ്, അല്ലെങ്കിൽ ശാഫിഈ മദ്ഹബിന്റെ കാര്യമായ ആളാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹം ഒരു വിഷയം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജ്, ആ മിൻഹാജിൽ നമുക്ക് കാണാൻ കഴിയും. എന്താ മഹാനവറുകൾ പറഞ്ഞത്? ഒരാള് മരണപ്പെട്ടാൽ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് നാം ചെയ്തു കൊടുക്കേണ്ടത്? മിൻഹാജ് ഞാൻ വായിക്കുന്നു. ഫഇദാ മാത, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ണ് ചിമ്മിക്കൊടുക്കണം. വശുദ്ധ ലഹ്യാഹു ബി അസ്വാബത്തിൻ, അദ്ദേഹത്തിന്റെ താടി തലയിലേക്ക് പിടിച്ച് കെട്ടണം ഒരു തുണി കൊണ്ട്. വലുയ്യിനത്ത് മഫാസിലുഹു, അദ്ദേഹത്തിന്റെ ശരീരത്തിലെ കെണിപ്പുകളൊക്കെ ഒന്ന് മയപ്പെടുത്തണം, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണം. വസുതിറ ജമീഉ ബദനിഹി ബി സൗബിൻ ഖഫീഫ്, ഒരു നേരിയ തുണി കൊണ്ടുവന്ന് മയ്യിത്തിന്റെ മുകളിൽ പുതക്കണം.